നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ താണ്ടവാടിയാലും അവസാന വിജയം എനിക്ക് മാത്രമായിരിക്കും. നിന്റെ മുന്നില് ഒരിക്കലും ഈ ദേവിയാനി തോൽക്കില്ല. വിജയിക്കാൻ ഞാൻ എന്തും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഗതി കിട്ടാത്ത ആത്മാവായിട്ട് മോക്ഷം കിട്ടാതെ നീ അലയും. മോക്ഷത്തിനായിട്ട് നീ തന്നെ ആഗ്രഹിക്കും. അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അമ്മയായിട്ട് ശ്രേയ വരണ്ടെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടെന്താ ആരും അത് മനസ്സിലാക്കാത്ത? മാള് വെറുതെ ഓരോന്ന് ആലോചിച്ച കുട്ടി വിഷമിക്കാതിരിക്കെ. ശ്രേയച്ചി മാളുവിനെ നന്നായിട്ട് നോക്കും. ഇല്ല, ശ്രേയക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. അത് ഗംഗയ്ക്കും അറിയാം. എന്നിട്ട് വെറുതെ പറയാ. എനിക്ക് ശ്രേയ അമ്മയായിട്ടോ ഫ്രണ്ടായിട്ടോ കാണാൻ പറ്റുന്നില്ല. അങ്ങനൊന്നും പറയില്ല മോളെ. ഞാൻ പറയും. അച്ഛന്റെ ശ്രേയയുടെയും കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഗയുടെ നഗലിന്റെയും കല്യാണം ഉണ്ടാവും. അവൻ കള്ളനാ. അവനെ ഗംഗ കല്യാണം കഴിക്കണ്ട. എനിക്ക് വേറെ വഴിയില്ല മാളു. അയാള് കള്ളനാണെങ്കിൽ അതെന്റെ വിധിയാന്ന് കരുതി എനിക്ക് സമാധാനിക്കാനേ പറ്റൂ. എന്തിനാ ഗംഗ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇതിന് വിധിന്നല്ലല്ലോ പറയുക. ഗംഗയ്ക്ക് വേണമെങ്കിൽ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി പറയുന്ന അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മുത്തശ്ശി പറയുന്നത് ഗംഗ അനുസരിക്കുമ്പോ എനിക്കല്ലേ ആരും ഇല്ലാതാവുന്നത്? അതെന്താ ഓർക്കാത്തത്? അങ്ങനെ പറയില്ല മാളു. മാളുവിന് അച്ഛനുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് ശ്രേയച്ചയും വരും. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടാവും. എനിക്ക് അവരാരും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഗംഗ മാത്രം മതി. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാളു. എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. മാളു, അച്ഛൻ ശ്രേയ വിവാഹം കഴിച്ച ഞാൻ ഇവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകും. എനിക്ക് ശ്രേയയുടെ കൂടെ താമസിക്കണ്ട. മാളു അങ്ങനൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താ മാഹിയേട്ടനത് സങ്കടാവില്ലേ? എനിക്ക് സങ്കടാവുന്ന കാര്യങ്ങളല്ലേ അച്ഛൻ ചെയ്യുന്നേ? പിന്നെ ഞാനും അച്ഛന് സങ്കടാവുന്ന കാര്യങ്ങൾ ചെയ്താ എന്താ കുഴപ്പം? അങ്ങനെ അല്ല മാളു. എന്നും നല്ല കുട്ടിയായിരിക്കണം. മഹേട്ടനെയും മറ്റാരെയും ഒരിക്കലും വിഷമിപ്പിക്കാതെ നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. അതാ എന്റെ ആഗ്രഹം. എന്നാ ഗംഗ എന്റെ അമ്മയായിട്ട് ഇവിടെ തന്നെ നിക്ക്. ഞാൻ എന്നും നല്ല കുട്ടിയായിരിക്കും. ഒരു അനുസരണക്കേടും കാണിക്കില്ല. ഗംഗ അച്ഛനും പറയുന്നതൊക്കെ അനുസരിക്കും. എന്റെ കൂടെ നിൽക്കോ?